നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെടുമങ്ങാട്ട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അർഷിദ് ആരെങ്കിലും ഒന്ന് ആ കുട്ടിയെ രക്ഷിക്കാനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോയി. ചുറ്റുമുള്ളവർ, അതായത് അമ്മയും അതുപോലെ തന്നെ രണ്ടാം അച്ഛനും കൂടി ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ, അതിൽ നിന്ന് ബന്ധുക്കൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടത്തി. പക്ഷേ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വേണ്ട രീതിയിലൊക്കെ ആവുന്ന രീതിയിലൊക്കെ അവർ പരിശ്രമിച്ചു ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ. പക്ഷേ ശ്രമങ്ങളെല്ലാം വിഫലമായി. അതിലേറെ ഞെട്ടിക്കുന്നൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, അതായത് നമുക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മളെ ഒരു ആപത്ഘട്ടത്തിൽ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ നിശ്ചലമായി പോയി, അല്ലെങ്കിൽ വെറും നോക്കുകുത്തികളായി പോയി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നിർണായകമായ വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ ഈ വിവരം ഈ കുട്ടിയുടെ അമ്മൂമ്മ അറിയിച്ചിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇത് കാര്യമായി എടുത്തില്ല, ഗൗരവമായി എടുത്തില്ല, കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയില്ല എന്നതാണ് നടക്കുന്ന വിവരം. കുട്ടിയുടെ അമ്മ അഖിലയുടെ മാതാവ് റീനയാണ് കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന വിവരം ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ വിളിച്ചറിയിച്ചത്. ഇതിന്റെ ശബ്ദ സന്ദേശം അടക്കം തെളിവായി പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ക്രിയാത്മകമായ ഒരു സംയോജിതമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ, അനാസ്ഥ ഉണ്ടാകാതിരുന്നുവെങ്കിൽ ആ കുഞ്ഞ്, നമ്മളെല്ലാവരെയും വേദനിപ്പിച്ച ആ കുഞ്ഞ് ഉറപ്പായിട്ട് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. റീനയ്ക്ക് മറ്റെന്തോ പ്രശ്നമാണെന്നാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈനിൽ നിന്ന് കിട്ടിയ മറുപടി. ഇതോടെ സംഭവത്തിൽ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ യൂണിറ്റിന് വീഴ്ചയുണ്ടായെന്ന് വ്യക്തം. പുറത്തുവന്ന ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെടുകയുണ്ടായി. കുഞ്ഞിന്റെ കൈയൊടിഞ്ഞ വിവരം അറിയിച്ചിട്ടും പരിശോധനയോ തുടർ നടപടികളോ സ്വീകരിക്കാത്ത ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ടെലിഫോൺ ഓപ്പറേറ്ററായ താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. മെയ് 3-നാണ് റീന ചൈൽഡ് ലൈനിൽ വിളിച്ചത്. കുഞ്ഞിന്റെ 2 കൈയും ഒടിഞ്ഞിട്ടുണ്ടെന്നും ഇവർ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. കുട്ടിയുടെ ഫോട്ടോയും ഇവർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് കൈമാറി. എന്നാൽ ജീവനക്കാർ വിഷയം ഗൗരവമായി എടുക്കാതെ തള്ളിക്കളയുകയായിരുന്നു. കുഞ്ഞിനെ വിട്ടു നൽകണമെന്ന് റീന ആവശ്യപ്പെട്ടെങ്കിലും അക്കാര്യം കോടതിയാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ജീവനക്കാരൻ ഒഴിവാക്കുകയായിരുന്നു. ആ ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഇപ്രകാരമാണ്. എന്താണ് അവർ സംസാരിക്കുമെന്ന് നോക്കാം. വിവാഹാലോചനയുമായി വന്നപ്പോൾ കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞിനെ നോക്കിക്കൊള്ളാം, കുഞ്ഞിനെ കൂടിയാണ് അവളെ സ്നേഹിച്ചതും എന്ന് അർഷദ് പറഞ്ഞു. പിന്നീട് അവൾ ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അവൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് 1 മാസത്തോളം ഞങ്ങളുടെ വീട്ടിലായിരുന്നു. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഭർത്താവ് അവളെ മാനസികമായി പീഡിപ്പിക്കുകയാണ്. കുറച്ചു കാലം കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിരുന്നു. പിന്നീട് പോലീസിൻ്റെ ഇടപെടലിൽ കുട്ടി അവർ തിരികെ കൊണ്ടുപോയി. കുഞ്ഞിനെ കൊണ്ടുപോയതിന് 1 മാസത്തിന് ശേഷം വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കാണുന്നത് കുട്ടിയുടെ 2 കൈയിൽ പ്ലാസ്റ്റർ ഇട്ട നിലയിലുള്ള ഫോട്ടോയാണ്. കുഞ്ഞ് വീണു എന്ന് പറഞ്ഞാണ് മകൾ വോയിസ് അയച്ചത്. ഫോണിൽ സ്റ്റാറ്റസും ഇട്ടിട്ടുണ്ടായിരുന്നു. വീണത് വ്യക്തമാക്കുന്ന ദേഹത്ത് മുറിവോ മറ്റോ ഉണ്ടായിരുന്നില്ല. അവളുടെ സാധനങ്ങളും കുട്ടിയുടെ സാധനങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ദിവസം പോയി. അന്ന് വീടിന് തൊട്ടു മുകളിൽ വെച്ച് അവൻ പറഞ്ഞത് 5-6 ദിവസം കുട്ടിയെ നോക്കും, പിന്നീട് പുഴുത്ത പട്ടിയെ നോക്കുന്നത് പോലെ നോക്കത്തുള്ളൂ എന്ന് അവൻ റോഡിന് തൊട്ടു മുമ്പിൽ നിന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ സഹിക്കൂല സാറേ. അതിൻ്റെ ദയനീയ അവസ്ഥ. അവൾ എങ്ങനെ ഈ കുട്ടിയോട്, വണ്ടിയോടെ കുട്ടിയെ എടുത്തെറിഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന സംശയമൊക്കെ റീന പ്രകടിപ്പിക്കുന്നുണ്ട്. വണ്ടിയിൽ നിന്നൊക്കെ വീണതാകും, മകളെ വിളിച്ച് ചോദിക്കാമായിരുന്നില്ലേ എന്നാണ് DCP ജീവനക്കാരൻ തിരികെ ചോദിക്കുന്നത്. ഇതിനിടെ തൻ്റെ ജോലിയും നിസ്സഹായ അവസ്ഥയും റീന വിശദീകരിക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. റീന പരാതി പറയുമ്പോൾ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് പകരം റീന കുട്ടിയെ തിരികെ കൊടുത്തതിനെ പഴിക്കുകയാണ് DCPU ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എല്ലാം നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നതാണെന്ന ന്യായീകരണവും അദ്ദേഹം റീനയോട് പറയുന്നുണ്ട്. ഇതിനിടെ സാർ ഒരു കാര്യം ചെയ്യണം, ആ കുട്ടിയെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുള്ള ഓപ്ഷൻ ഇല്ലെന്നും അത് കോടതിയാണെന്ന് തീരുമാനിക്കുന്നതെന്നും പറഞ്ഞ് സാധാരണ എന്നോണം കൈയൊഴിയുന്നതും ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. വളരെ സാധാരണ മട്ടിലാണ് റീന പരാതി ഉന്നയിക്കുമ്പോൾ ജീവനക്കാരൻ്റെ മറുപടി. ഇതിൽ എനിക്ക് തോന്നുന്നത് വേറെ എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, പലതും മറയ്ക്കുന്നുണ്ടെന്നും DCPU ജീവനക്കാരൻ പറയുന്നതും ശബ്ദ സന്ദേശത്തിൽ കേൾക്കാം. എന്തായാലും ഇത്തരത്തിലൊരു ഒഴിവ് കഴിവ് പറഞ്ഞാണ് ആ വിഷയത്തെ ആ ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്തത്. അല്പം ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും ഒരു അന്വേഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ആ 2 കൈകളും ഒടിഞ്ഞ വീഡിയോ അടക്കം കണ്ടവരാണ് നമ്മൾ മലയാളികൾ ഒന്നടങ്കം. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ പലരും സംശയം ഉന്നയിച്ചു, എങ്ങനെയാണ് 2 കൈ ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ഒടിയുന്നത്? അത്രമാത്രം
നോക്കാറില്ലേ മാതാപിതാക്കൾ എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായിട്ടും മലയാളികൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പരാതി, ഇങ്ങനെ തെളിവുകൾ അല്ലെങ്കിൽ ആരോപണം സഹിതം ഒരു പരാതി മുന്നിൽ വന്നപ്പോൾ അതിനെ ഗൗരവകരമായിട്ട് ആ ഉദ്യോഗസ്ഥനെ എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി നമ്മളോടൊപ്പം ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് വസ്തുത. മെയ് 23-നാണ് അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന അഷ്കറിന്റെ മർദ്ദനമേറ്റ് അർഷിദ് കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ ശരീരത്തിൽ 91 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞ് കരഞ്ഞതാണ് പ്രകോപനമായതെന്നും ഭാവിയിൽ കുട്ടി തനിക്ക് ബാധ്യതയാകുമെന്നും കരുതിയാണ് കൊലപാതകം ചെയ്തതെന്നാണ് അഷ്കർ പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ടെലിഫോൺ ഓപ്പറേറ്ററെ മാറ്റാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞതിൻ്റെ 26-ാം ദിവസമാണ്, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് അമ്മൂമ്മ വിളിക്കുന്നു, അവരാ വിവരം അറിയുന്നു. അതിൻ്റെ 26-ാം ദിവസമാണ് ഈ കുട്ടി മരിച്ചത്. കേസിൽ കുഞ്ഞിൻ്റെ രണ്ടാം അച്ഛൻ അഷ്കറിനെയും അമ്മ അഖിലയും അറസ്റ്റ് ചെയ്തിരുന്നു. 1 വയസ്സുകാരൻ്റെ മരണം കൊലപാതകമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തുവന്നതാണ്. സ്ഥിരമായ മർദ്ദനമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ രക്തസ്രാവം നേരത്തെ മർദ്ദിച്ചതിൽ നിന്നുണ്ടായതെന്നാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതേസമയം പ്രതിയായ അഷ്കറിൻ്റെ ആദ്യ ഭാര്യ ആമിനയെ വനിതാ കമ്മീഷൻ സന്ദർശിച്ചിരുന്നു. പാലോട് കാരിമൺകോടുള്ള വീട്ടിലെത്തിയാണ് ആമിനയെ കണ്ടത്. ആമിനയ്ക്ക് നിയമസഹായം നൽകുമെന്നും ധനസഹായത്തിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. അഷ്കറിൽ നിന്ന് മർദ്ദനം നേരിട്ടതിന് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചിരുന്ന ആക്ഷേപം നേരത്തെ ആമിനയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു. അഷ്കറിന്റെ ക്രൂരത വിവരിച്ച ആദ്യ ഭാര്യ അമീന രംഗത്തെത്തിയിരുന്നു. വിവാഹം കഴിച്ച സമയത്ത് പ്രശ്നങ്ങളില്ലായിരുന്നു, പിന്നീടാണ് പ്രശ്നം തുടങ്ങിയത്. അഷ്കർ ഉമ്മയെ സഹോദരിയും തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നും യുവതി വ്യക്തമാക്കി. അഷ്കറിന്റെ ഉമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഗുരുതര ആരോപണമാണ് യുവതി ഉന്നയിച്ചത്. തന്റെ തല ഭിത്തിയിൽ ഇടിച്ചു, തന്നെ ഈ പരുവത്തിലാക്കി, അവനെ വെറുതെ വിടരുതെന്നും ആമിന ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.